Eternal Wedding Collections by Chungat Jewelry. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈവ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ശ്രീകൃഷ്ണ പ്രഭാ വലയത്തിൽ ചേലാമറ്റം ഗ്രാമം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം നാടിന്റെ ആഘോഷമായി മാറി. മാർച്ച് 8 വരെയുള്ള ഉത്സവ ദിനങ്ങളിൽ ആയിരങ്ങൾ ദക്ഷിണ കാശിയിലേക്ക് ഒഴുകിയെത്തും. മധ്യ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. പിതൃപ്രീതിദായകനായ ശ്രീകൃഷ്ണസ്വാമിയും പ്രഹ്ലാദന് അനുഗ്രഹം നൽകുന്ന ശ്രീ നരസിംഹസ്വാമിയും സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്ത് ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന പുണ്യനദിയായ പെരിയാറിന്റെ സാമീപ്യത്താൽ പവിത്രമാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ക്ഷേത്രം. പിതൃമോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം നടത്താൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ എല്ലാ ദിവസങ്ങളിലും ചേലാമറ്റത്തേക്ക് എത്തിച്ചേരുന്നു. മഹാശിവരാത്രി, കർക്കിടകവാവ് എന്നീ വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്ര പരിസരം ഭക്തരാൽ നിറഞ്ഞു കവിയും. ഈ വർഷം മാർച്ച് 8 നടക്കുന്ന ശിവരാത്രി ചടങ്ങുകൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ക്ഷേത്രവും പൂർണ്ണ നദിക്കരയും. ഈ വർഷത്തെ തിരുവുത്സവം ആരംഭിച്ച മാർച്ച് 1 മുതൽ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണവും ഭക്തി നിർഭരവുമായ ദീപക്കാഴ്ച നയന മനോഹരമായിരുന്നു. ക്ഷേത്രപന്തലിലും പ്രദക്ഷിണ വഴികളിലും തിരുനടയിലുമൊക്കെയായി ലക്ഷം ദീപങ്ങൾ മിഴിതുറന്നു. മൺചിരാതുകളിലും നിലവിളക്കുകളിലും ദീപസ്തംഭങ്ങളിലും തിരിയിട്ട് ദീപം തെളിയിക്കാൻ നിരവധി ഭക്തർ ഒത്തുചേർന്നു. പിഞ്ചുകുട്ടികളും വയോജനങ്ങളും സ്ത്രീകളുമടങ്ങിയ ഭക്തജനസാഗരം ഒത്തുചേർന്ന് ദീപം തെളിയിച്ചപ്പോൾ ക്ഷേത്രം സുവർണ ശോഭയിൽ ആറാടി. ക്ഷേത്രകലകൾ, നൃത്തനൃത്യങ്ങൾ, നാടകം, കഥകളി തുടങ്ങി എല്ലാ ഉത്സവ ദിനങ്ങളിലും പ്രത്യേക കലാപരിപാടികളും ഉണ്ടാകും. പ്രസാദിക്കണം. शिव शंभो स्वयंभो भो शंभो शिव शंभो स्वयंभो गंगाधर शंकर करुणाकर गंगाधर शंकर करुणाकर मामव भव सागर तारका मामव भव सागर तारका शंभो शिव शंभो स्वयंभो भो शंभो शिव शंभो स्वयंभो. ക്ഷേത്ര ഉത്സവം ഭക്തി നിർഭരവും ആകർഷകവുമാക്കാനുള്ള ശ്രമമാണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റ് നടത്തിവരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിതൃപ്രീതിക്ക് ഏറ്റവും പ്രസിദ്ധമായതിന് പിന്നിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന പെരിയാർ നദിയുടെ സാമീപ്യവും പിതൃപ്രീതിദായക ധ്യാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീ നരസിംഹമൂർത്തിയുടെയും വാമനമൂർത്തിയുടെയും സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ആയതിനാൽ
ദക്ഷിണ കാശി എന്ന പേരിലാണ് പിതൃക്കളുടെ സ്വർഗമായ ചേലാമറ്റം ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ വർഷത്തെ തിരുവുത്സവ ആഘോഷങ്ങൾ മാർച്ച് 1-ാം തീയതി ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് കൊടി കയറ്റിയതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 8-ാം തീയതി ആറാട്ടോടുകൂടി തിരുവുത്സവാഘോഷങ്ങൾ സമാപിക്കുകയാണ്. തിരുവുത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് കഥകളി, ദീപക്കാഴ്ച, ബാലെ, നാടകം, കഥാപ്രസംഗം, തിരുവാതിരകളി, സോപാന സംഗീതം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുകയാണ്. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പിതൃപ്രീതിക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പിതൃപ്രീതിക്ക് പ്രാധാന്യം വന്നതിന് പിന്നിലുള്ള സങ്കല്പം ഇതാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പെരിയാർ ഒഴുകുന്നത് ഈ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സങ്കേതത്തിന് സമീപത്ത് മാത്രമാണ്. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പെരിയാർ നദി ഗതിക്ക് വിപരീതമായി ഈ ക്ഷേത്രത്തിന് സമീപത്ത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്നു. ഈ പൂർണ്ണ നദിയുടെ കരയിൽ ശ്രീകൃഷ്ണസ്വാമിയും നരസിംഹസ്വാമിയും വാമനമൂർത്തിയും കിഴക്കോട്ട് ദർശനമായി ഉള്ളതാണ് ഈ ചേലാമറ്റത്തിൻ്റെ ഏറ്റവും വിശേഷമായി വന്നിട്ടുള്ളത്. 3 അവതാരമൂർത്തികളും പിതൃപ്രീതിദായക ധ്യാനത്തിലുള്ളതാണ്. ശ്രീകൃഷ്ണസ്വാമിയും ശ്രീ നരസിംഹമൂർത്തിയും ഒരേ നാലമ്പലത്തിനകത്ത് 2 ശ്രീകോവിലുകളായിട്ടാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി പറയുമ്പോൾ നരസിംഹസ്വാമി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതായും ചേലാമറ്റത്തേക്ക് ശ്രീകൃഷ്ണസ്വാമിയുടെ ദാരുബിംബം അടങ്ങിയ പേടകം ഒരു പ്രളയ സമയത്ത് പെരിയാറിലൂടെ ഒഴുകിയെത്തുകയും ഒഴുക്കിനെ എതിരായി ഈ പേടകം നിലകൊള്ളുകയും ചെയ്തത് കണ്ട കുറച്ച് ആളുകൾ വേലിയാങ്കോൽ മനയ്ക്കൽ കാരണവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഒരു സംഭവത്തെ സംബന്ധിച്ച് അറിയിക്കുകയും അദ്ദേഹം പുഴക്കടവിലേക്ക് ചെല്ലുമ്പോൾ ഈ പേടകം അടുക്കുകയും അത് അദ്ദേഹം വളരെ ഭക്തി ആദരപൂർവ്വം എടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം. പിന്നീട് അത് നരസിംഹമൂർത്തിയുടെ വലതുഭാഗത്തായി ഇപ്പോഴുള്ള സങ്കേതത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ശ്രീകൃഷ്ണസ്വാമിയുടെ ആഗമനത്തോടു കൂടിയാണ് ഈ ചേലാമറ്റം ക്ഷേത്രത്തിന് വളരെയധികം പ്രശസ്തിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന് ഇവിടെ ദർശനം നടത്തുകയും പെരിയാർ നദിയിൽ ബലിതർപ്പണം നടത്തി ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്തു വരുന്നത്. മാർച്ച് 7-നാണ് വലിയ വിളക്ക്. രാവിലെ 8-ന് എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 2-ന് മഠത്തിലേക്ക് എഴുന്നള്ളിപ്പ്, ഇറക്കിപ്പൂജ, വൈകിട്ട് 6-ന് കാഴ്ചശ്രീബലി, മേജർ സെറ്റ് പഞ്ചവാദ്യം, സ്പെഷ്യൽ പാണ്ടിമേളം എന്നിവ ഉണ്ടാകും. മാർച്ച് 8-ന് രാവിലെ 6-ന് ശ്രീഭൂതബലിയെ തുടർന്നാണ് ആറാട്ട്. ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രനടയിൽ പറനിറയ്ക്കുന്നതിനും മറ്റു വഴിപാടുകൾ നടത്തുന്നതിനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ദിവസവും ഭക്തർക്കായി അന്നദാനവും ഉണ്ടാകും. തന്ത്രിമുഖ്യൻ നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രം ചടങ്ങുകൾ നടക്കുന്നത്. ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് VH ഹരിദാസ്, സെക്രട്ടറി TR സുനിൽകുമാർ, ട്രഷറർ TB പ്രസാദ്, ട്രസ്റ്റിമാരായ PN ഗൗരീശങ്കർ, TK മനോജ്, TR ഉണ്ണികൃഷ്ണൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ഉത്സവ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. கண்மணியாய் வந்தாய் கார்த்திகை பெண்கள் அனைத்தில் வளர்ந்தாய் விண்ணவர் குறையெல்லாம் நொடியில் களைவார் வேண்டுவோர் வேண்டுமெல் வரமெல்லாம் தருவாய் விண்ணவர் குறையெல்லாம் நொடியில் களைவார் வேண்டுவோர் வேண்டுமெல் வரவலாம் தருவாய் கலியுக வரதன் கண் கண்ட தெய்வமாய் காட்சியளிப்பது பழனியிலே கலியுக வரதன் கண் கண்ட தெய்வமாய் காட்சியளிப்பது பழனியிலே கலியுக வரதன் கண்ட தெய்வமாய் காட்சியளிப்பது பழனியிலே கலியுக வரதன் கண்ட தெய்வமாய் காட்சியளிப்பது பழனியிலே பழனியிலே பழனியிலே
വല്ലാത്തൊരു മഴക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടൊന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. എല്ലാതും ഡിസൈൻ ട്രഡീഷണലാ. ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യമല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.